ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു അടിപൊളി ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതായത് സദ്യ ഗോതമ്പ് പായസമായിട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇന്നുണ്ടല്ലോ നമ്മൾ ഗോതമ്പ് പായസമാണ് വെക്കണേ. അപ്പോൾ ഇതാ നമ്മൾ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായി കഴുകി വാരി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ മുകളിലായിട്ട് തന്നെ നന്നായിട്ട് 1 ഇഞ്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കേണ്ട രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുത്തോളൂ. നമുക്ക് അടച്ച് വെച്ച് തീ കത്തിച്ച് നമുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാം. അപ്പം നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വിസിൽ വന്നാൽ മതി. എന്നിട്ട് അതിൽ ടയർ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. കൂടുതൽ വെന്ത് പൂവരുത്, എന്നാൽ നന്നായി വേവും വേണം. ആ രീതിയിലാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കണേ. അപ്പോൾ ഇതിൽ നിന്ന് 1 വിസിൽ വരട്ടെ. നമുക്കുണ്ടല്ലോ പായസത്തിലേക്കുള്ള ബെല്ലം ഉരുക്കി വയ്ക്കാം. അപ്പം ഞാൻ 2 ഗ്ലാസ് ഗോതമ്പിനാണ് പായസം വയ്ക്കുന്നത്. അപ്പം നമ്മളിതാ 1/4 കിലോ ബെല്ലാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ബെല്ലത്തിന് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത്രയും വെള്ളം മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിക്കും വേണം. അപ്പോൾ അതും കൂടി നമുക്ക് വറുത്ത് വയ്ക്കാം. അപ്പോൾ ഇതാ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചീനിച്ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ഉരുകി വരട്ടെ. നെയ്യ്ക്ക് ഇതേപോലെ ഉരുകി വന്നു. അപ്പോൾ അതിലേക്ക് നമുക്കിതാ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുന്നോട് കൂടി നമുക്കിതാ ഉണക്കമുന്തിരി കൂടി അതിലേക്ക് ഇട്ടോടെ. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരണം കേട്ടോ. കണ്ടോ, ഉണക്കമുന്തിരിക്ക് ഇതേപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വെള്ളം നോക്കിയേ, നന്നായി നമ്മളിതാ ഉരുക്കിയെടുത്തിട്ടുണ്ട്. കണ്ട, ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമ്മളിവിടെ ഗോതമ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗോതമ്പ് നോക്കിയേ, കൃത്യ അളവിൽ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കണ്ട, അപ്പോൾ നമുക്ക് ഉരുളി അടുപ്പത്ത് കയറ്റാം കേട്ടോ. തീ കത്തിച്ച് നമ്മളിതാ ഉരുളി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടാവട്ടെ. നമ്മളുണ്ടല്ലോ ഗോതമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തുമ്പോൾ ഒന്ന് സുഖത്തിൽ വിടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഉരുളി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മളിതാ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ഉരുകട്ടെ കേട്ടോ. നെയ്യ് ഉരുകി വന്നു. അതിലേക്ക് നമ്മളുണ്ടല്ലോ വേവിച്ച് വെച്ച് നമ്മൾ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി നന്നായി ആ നെയ്യൊക്കെ എല്ലാവർത്തേക്കും ആവേണ്ട രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മളിതാ ഗോതമ്പൊക്കെ ഇട്ടിട്ട് ഇതേപോലെ തിളച്ച് വന്നു തുടങ്ങി. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിതാ അരിച്ചിട്ടാട്ടോ ഒഴിക്കണത്. ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് വരട്ടെ. നമ്മളുണ്ടല്ലോ 6 നാളികേരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3-ാം പാലും 2-ാം പാലും കൂടിയിട്ട് 4 ലിറ്റർ പാലാണ് നമ്മൾ ആക്കി എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശായിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായി ഇളക്കി ഒന്നും കൂടി കുറുകി വരുമ്പോൾ വീണ്ടും പാലൊഴിച്ച് അങ്ങനെയാട്ടോ നമ്മൾ പായസമാക്കി എടുക്കേണ്ടത്. നമ്മൾ പാലൊഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുറുകി വന്ന് തുടങ്ങി. കണ്ട, ഈ ഒരു സമയത്ത് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് അതേപോലെ തന്നെ ഒന്ന് കട്ടിയാക്കി എടുക്കണം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ 2ാം പാലും 3ാം പാലും കൂടിയതിൻ്റെ ലാസ്റ്റത്തെ ഇതാ പാലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി കട്ടിയായിട്ട് വരണേ. നന്നായി ഒന്ന് തിളച്ചതാ കുറുകി വരുന്ന ആ ഒരു ചെറിയൊരു സമയം, ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഇതാ ചുക്കുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ട ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നത്. ചുക്കുപൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ജീരകത്തിൻ്റെ പൊടി ഇടണമെങ്കിൽ ഇടാം കേട്ടോ. നമ്മൾ ഇതിൽ ജീരകപ്പൊടി ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് ഏലക്കായ പൊടിയാണ്. ഏലക്കായ പൊടി ഇതാ 1.5 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടികളൊക്കെ ഒന്ന് ഇതിൽ കലരേണ്ട രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ ഇതാ ഒരു കദളിപ്പഴം നമ്മളിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ കദളിപ്പഴത്തിലേക്ക് നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് ഒഴിക്കാം. അതായത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പായസത്തിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ 2 ടീസ്പൂൺ നെയ്യ് മുന്നേ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ 1 ടീസ്പൂൺ നെയ്യും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കദളിപ്പഴമൊക്കെ അടിച്ചൊഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാട്ടോ. പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്കിയോളൂ കേട്ടോ, നല്ല രസമാണത്. നമ്മളുണ്ടല്ലോ ഇതാ 2ാം പാലും 3ാം പാലും ഒക്കെ ഒഴിച്ച് ഇതേപോലെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ 1ാം പാൽ ഇതാ 2.5 ഗ്ലാസ്സിലാണ് ഈ 1ാം പാൽ നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല കട്ടിയുള്ള 1ാം പാലാണ്. അത് നമ്മളിതാ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കത്തിക്കില്ല. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ട് ഇനി ഇതാ ഈ പാലിലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതാ നമ്മൾ 1ാം പാലൊക്കെ ഒഴിച്ചിതാ ഇതേപോലെ ഇളക്കി നമ്മുടെ പായസമായിട്ട് ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം അതാ റെഡിയായി. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷേട്ടിനെ വിളിക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ ഷേട്ടാ. കണ്ടാ ആവി പറക്കണേണ്ടാ. ഞാൻ അതങ്ങനെ കപ്പിലെടുത്താൽ ഇവിടെ പിടിക്കാൻ സുഖത്തിന്. നമ്മുടെ ഗോതമ്പ് ഊതി പിടിച്ചോളോ. പായസം അടിപൊളിയാ. ചൂടുണ്ട്. സൂപ്പർ പായസം. നോക്കിയേ രസമില്ല. അപ്പോൾ ഈ ഓണത്തിന് ഏറ്റവും അടിപൊളി ഒരു പായസമാട്ടത് ഗോതമ്പ്. പിന്നെ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എന്താ പറയുക ഒരേ ഡ്രസ്സിൽ ഞാൻ ഷർട്ടിന് വരുന്ന ഷർട്ട് ടേസ്റ്റ് ചെയ്ത് പോണു. പക്ഷെ നമ്മൾ ഇത്രയും ദിവസം അടുപ്പിച്ച് ഓണ വിഭവങ്ങൾ കാട്ടിയിട്ടുള്ളത് ഒരു ദിവസം തന്നെ നിന്ന് വീഡിയോ പിടിച്ചിട്ടുള്ളതാണ് പാചകമൊക്കെ. അപ്പോൾ എല്ലാ പാചകങ്ങളും ഒറ്റ ദിവസം. അപ്പോൾ ഈ എല്ലാ പാചകങ്ങളും ഒറ്റ ദിവസമായിട്ട് ഒരു എന്താ പറയുക ഒരു വീഡിയോ ആയിട്ട് മാത്രമായിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. അതായത് നമുക്ക് വേറൊരു ചാനലുണ്ട് എ യൂണിക് ഫാമിലി. അതിൽ എല്ലാ പാചകവും ഒരുമിച്ചാണ് വിട്ടോക്കണേ. ഈ യൂണിക് ഫാമിലി 2.0 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ദിവസം കാണിച്ചു എന്നുള്ളൂ കേട്ടാ. അപ്പം എല്ലാതും ഇങ്ങനെ ഒരു ഓർഡർ പ്രകാരം ഇങ്ങനെ വന്നു. ഞാൻ അവസാനം ഈ പായസത്തിലേക്ക് എത്തിയിട്ടാ. അപ്പം നിർത്തല്ലേ. അപ്പം എല്ലാവരും ഇത് ഓണത്തിന് ശരിക്കും ഈ പായസം തന്നെ ഉണ്ടാക്കിയുള്ളൂ കേട്ടാ. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്